ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൈങ് ടു റൺ 5K ഫോർ ദ ഫസ്റ്റ് ടൈം. ഞങ്ങൾ ഇതുവരെ ഓടിയിട്ടില്ല, ഒരു പ്രാക്ടീസും ഇല്ല, ചുമ്മാ ഉടുപ്പൊക്കെ എടുത്തിട്ടേക്കുക. ഒരു പട്ടി ഓടിച്ചിട്ട് അല്ലാതെ നമ്മൾ 2-3 കിലോമീറ്ററിന് ആദ്യമായിട്ട് ഓടിയിട്ടില്ല. 5 കിലോമീറ്റർ ആണ് ഇന്നത്തെ ടാർഗറ്റ്. അത് എത്തില്ലോ എന്ന് നമുക്ക് വീഡിയോയുടെ ശേഷം കാണാം. നിങ്ങൾ ഫുൾ കണ്ടിന്യൂ ചെയ്ത് കാണുക. കുറെ രസമായ കാര്യങ്ങൾ കാണും. എൻ്റെ കൂടെ ഞാൻ പറയുന്നത് ഞാനായിരിക്കും ആദ്യം കുഴഞ്ഞു വരുന്നത്, ഒന്നും അറിയത്തില്ല. ഇപ്പം ട്രൈങ് ടു റൺ 5K ഫോർ ഫസ്റ്റ് ടൈം 6:30 വരണമെന്ന് വിചാരിച്ചാണ്. നമ്മളിപ്പോൾ എത്ര മണിയായി? 7:30. അപ്പം പഞ്ചിലാണ്. ജസ്റ്റ് 1 മണിക്കൂർ ലേറ്റ്. അപ്പം ഞാനുണ്ട്, അനൂപുണ്ട്, പാർത്തനുണ്ട്, പിന്നെ പപ്പിയുണ്ട്. പേസ് കാണിക്കത്തില്ല, മോൻ എസ്തെറ്റിക്സ് ആണ്. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി റണ്ണിൽ വെച്ച് കാണാം. വാമപ്പാണെന്നാണ് പറയുന്നത്. ഓടാൻ തുടങ്ങിയില്ല ഇതുവരെ. ഓക്കെ, അപ്പം സൗണ്ട് കേട്ട് അനൂപ്ചിയെ അതേത് പട്ടി എന്നൊക്കെ പറഞ്ഞു. മൈൻഡ് അത് എനിക്ക് മനസ്സിലായില്ല. അതവന്റെ പരിചയ സമ്പത്ത് പട്ടികളുമായിട്ടുള്ള അല്ലയോടാ. പറ അതിനെ പറ്റി. വേട്ടവിള പറഞ്ഞു എന്തുവാ ലാബ് അല്ലയോ? ലാബ് മറ്റേ എക്സോസ്റ്റ് നോട്ട് നോക്കി വണ്ടി പറയുന്നത്. വാമപ്പായതേ ഉള്ളൂ, ഇതുവരെ തുടങ്ങിയില്ല. ഓടാൻ തുടങ്ങുമ്പോ വരാം. ബോഡി ഈറ്റാണോ നടന്ന്? ബോഡി ഈറ്റാണ്, എന്നാ പിന്നെ സൂര്യന്റെ കൊണ്ടുവിട്ടു. ഇവിടെ തുടങ്ങുകയാണ്. അടുത്ത നേരത്തെ ഓടി കഴിഞ്ഞെന്ന് പറയുന്നത് അത് ഓടി കഴിഞ്ഞ് കഴിക്കാം. ഇവിടുത്തെ റൈറ്റ് വേണോ? റൈറ്റ് പോവാം. 10 മൈൻഡ് ഇല്ലേ? റൈറ്റ് ആകുമ്പോ അവിടെ പോയി ഒറ്റയിലും നോക്കണം. നമ്മളെ കണ്ട ഓടി കുഴഞ്ഞെന്ന് പറയത്തില്ല. ഓടി കുഴങ്ങില്ല, ഓടി തുടങ്ങാൻ പറയാൻ പോരെ. നമ്മളിതിനാ വെള്ളം പറയാൻ. നമ്മുടെ പോയി തുടങ്ങിയിരിക്കുകയാണ്. കറക്റ്റ് ഇപ്പം 0.3 കിലോമീറ്റേഴ്സ് ആയി. പക്ഷേ ആ 0.3 കിലോമീറ്റേഴ്സിൽ നമ്മൾ 0.2 കിലോമീറ്റേഴ്സ് കൂട്ടത്തില്ല. എമർജൻസി കോളൊക്കെ പോകുന്നത് പാർത്ത്. സോ നമ്മള് വീഡിയോ കുറച്ച് ഷെയ്ക്കി ആയിരിക്കും, കാരണം നമ്മൾ ഓടിക്കൊണ്ടെടുക്കുന്നുണ്ട്. സോ നമ്മൾ ഓടി പകുതിയായിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പം 1 ആയി കിലോമീറ്റേഴ്സ്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു 0.8 കിലോമീറ്റേഴ്സ് ഓടിക്കാണും. ബാക്കി 200 മീറ്റർ നമ്മൾ ഓടിയെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനൊക്കെ നടക്കുക. കാര്യം ഇവിടെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ല, പക്ഷെ ഓടാൻ പറ്റിയില്ല. നടക്കുക എന്ന് പറഞ്ഞാൽ പറയാം. പിന്നെ കൂട്ടത്തിലുണ്ട് ഇതിനൊക്കെ കയറ്റമൊക്കെ ഉണ്ട്. സോ നമ്മൾ 5.5 കിലോമീറ്റേഴ്സ് ഓടുന്ന വരും കേട്ടോ. 5.5 കിലോമീറ്റേഴ്സ്. സോ ഗൈസ് ബൈ. എങ്ങനെയുണ്ട് എൻ്റെ ഇപ്പം മനസ്സിൽ കൂടെ പോകുന്നത്? 5 കിലോമീറ്റേഴ്സ് ഓടാൻ പറ്റുമോ? കാല് വേറെ, ദേഹം വേറെ കണക്കെ ഉണ്ട്. ഓടാൻ പറ്റും. നിനക്ക് എന്താ, നിനക്കിപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എത്ര ഉണ്ട്? ഓൺ എ സ്കെയിൽ ഓഫ് നിന്റെ കോൺഫിഡൻസ് റേറ്റ് 5 കിലോമീറ്റർ ഓടണം. 2 ഒന്നുമില്ല, -2. രണ്ട് അവിടെ ഇറങ്ങിയപ്പോഴേ പറയുന്നത്. വെയിറ്റിംഗ് ഫോർ പപ്പൻ. വാളാ മാരത്തോൺ ആരും പറഞ്ഞില്ലല്ലോ. മാരത്തോൺ അല്ലടാ, മാരത്തോൺ എന്നൊന്നും പറയല്ലേ. ഭയങ്കര നടക്കുന്ന 5-6 കിലോമീറ്റർ, പക്ഷെ ഓടാൻ പറ്റുന്നില്ല. 1.5 കിലോമീറ്റർ. ബ്രോ ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുക്ക്. യു ഷുഡ് റൺ. വീണ്ടും മോട്ടോർ റീസ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഓടി തുടങ്ങിയപ്പോഴത്തേനും ഫോണിലെ സ്റ്റോറേജ് ഫുള്ള് കാണിച്ചു. സ്റ്റോറേജ് ഉൾപ്പെടെ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് നേരം ചെയ്തു. ഒരു 2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് വോക്ക് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തു. സോ അമ്മ ഓട്ടം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സൂര്യായന് പറയുന്ന പോലെ അല്ല, അവന് നല്ല കാഫിന് കാര്യമുള്ള കാഫിൽ പേനുണ്ട്. പിന്നെ ഷൂയുടെ ടോയുടെ ഭാഗത്ത് പെയിനുണ്ട്. സോ അവൻ എവിടെ വരെ പോകുന്ന അറിയത്തില്ല. സോ നമുക്ക് പോകുന്നവരെ നോക്കാം. എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ട വെച്ചെങ്കിൽ പറ്റത്തില്ലല്ലോ ലൈഫിൽ. വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം. അതിലാണ് കാര്യം. സോ അതവനെ ചെയ്യുന്നുണ്ട്. സൂര്യ ഉണ്ടോ? നമ്മൾ ഓടുന്നതുകൊണ്ട് തന്നെ എത്ര കറക്റ്റായിട്ട് ഫുട്ടേജ് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഫുട്ടേജ് ക്ലിയർ ആയിട്ട് എനിക്ക് എത്തിക്കാൻ ശ്രമിക്കും. സോ അപ്പോൾ ബൈ ഗൈസ്, നമ്മൾ അടുത്തൊരു ബ്രേക്ക് ആയിട്ട് വരുന്നതായിരിക്കും. ഗൈസ് അവർ ഓടുകയാണ്, ഞാൻ നടക്കുകയാണ്. കാലൊരു തീരുമാനമായി, എന്തോന്ന് അറിയത്തില്ല. നല്ല പാടാണ് ഗൈസ് ഓടുന്ന, സമ്മതിക്കണം. ഈ 42 കിലോമീറ്റർ കൊടുത്തോമാരെ
ഹാറ്റ്സ് ഓഫ്. ഞങ്ങൾക്ക് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ് കഴിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യ മുമ്പിൽ ഓടിപ്പോഴത്തേനും അവൻ്റെ പെട്ടെന്ന് സ്റ്റോപ്പായി. ഞാൻ ബാക്കിലായിരുന്നു. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായി. അവന് തീർത്ത് കിട്ടി. ഫോൺ താഴെ പോയി. എഡ്ജ് കുറച്ച് പൊട്ടി. സ്റ്റിൽ ഹീസ് വാക്കിംഗ്. സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മൾ 5 കിലോമീറ്റേഴ്സ് മിനിമം 5 കിലോമീറ്റർ കംപ്ലീറ്റ്. എന്താ തോന്നുന്നു സൂര്യ? ഇല്ലില്ല ബാബാ, നിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടല്ല. നമ്മൾ 5 കിലോമീറ്റർ എന്തായാലും ഓടിയും കേട്ടോ. സോ നമ്മളിനി വീണ്ടും കുറച്ച് പകുതിയായിട്ട് വരാൻ കഴിച്ചു. ഈ ഫോൺ പൊട്ടിയത് പറയാൻ വേണ്ടി വന്നു. ശേ, നമ്മളിപ്പോൾ കറക്റ്റ് 3.4 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അത് 34 മിനിറ്റിനുള്ളിലാട്ടോ എടുത്തത്. പക്ഷേ ശരിക്കും നല്ല അച്ചീവ്മെൻ്റ് അല്ല. പക്ഷേ ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ 3 കിലോമീറ്റർ ഓടുമല്ലോ. അല്ല, എനിക്കും പാർത്തനൊക്കെ പിന്നെ കമ്പാരിറ്റീവ്ലി ലീൻ ആയതുകൊണ്ടും ഓടാമെന്ന് പറയാം. പക്ഷേ പപ്പനൊക്കെ നല്ലവരും ഓടി കേട്ടോ. പപ്പൻ ഈ ഫാറ്റ് വെച്ച് അത് തന്നെ പപ്പൻ ഈ ഇത്രയും ബോഡി ഫാറ്റും വെച്ച് വെയിറ്റും വെച്ച് ഓടി. പക്ഷേ നമ്മളെല്ലാവരും ഞെട്ടിപ്പിച്ച് 0 ആണ്. അവൻ ഓടാൻ പറ്റുന്നില്ല. അവനോട് 1 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നടക്കുക. നടന്ന് ഇപ്പോൾ 3 കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ഫോം വീണ് ടോട്ടലി. എന്തായാലും നമ്മൾ 5 കിലോമീറ്റർ എങ്ങനെയൊക്കെ പോലും കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. ഹലോ ഗൈസ്, വെയിലവിടെ. ഹലോ ഗൈസ്, ഞങ്ങൾ 4.5 കിലോമീറ്റർ ഓടി. വേറെ ആളുകൾ വരും നമ്മുടെ കൂടെ എത്തി. സോ ഓടു 5 കിലോമീറ്റർ ആയിരിക്കുകയാണ് ഗൈസ്. സൂര്യ 1 മണിക്കൂർ എടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് 5 കിലോമീറ്റർ ഓടാനും നടക്കാനും പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെക്കാട്ടി പകുതി സമയം കൊണ്ട് ഓടുന്നൊരു സമയം വരും. സോ 5 കിലോമീറ്റർ കംപ്ലീറ്റ്. പക്ഷേ ഞങ്ങൾ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ പക്ഷേ 52 മിനിറ്റ് നമ്മൾ എടുത്തുള്ളൂ. അതായത് ഓൾമോസ്റ്റ് 20-21 മിനിറ്റില്ല ചില ആളുകളോടും. അത് തന്നെ, നമ്മളെ ബിഗിനേഴ്സ് ആണല്ലോ. ഫസ്റ്റ് റണ്ണല്ലേ. പക്ഷേ നമ്മൾ എനിക്ക് നമ്മളൊരു 500 മീറ്റർ അല്ലെങ്കിൽ 600 മീറ്റർ നടന്നിട്ടുണ്ടാവും. 1 കിലോമീറ്ററോളം നടന്നതാണ്. 1 കിലോമീറ്റർ നടന്നാലേ നമ്മൾ 5 കിലോമീറ്റർ കംപ്ലീറ്റ് ആകത്തില്ല. എൻ്റെ ഇതിൽ ഇതുവരെ നമ്മൾ ജോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോഗിങ് അല്ല, ബ്രിസ്ക് വാക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരും ഒന്നിച്ചെത്തി. പാർത്തന്നെ കിലോമീറ്റർ വാങ്ങാൻ കാല് കുഴപ്പമില്ല. സോ ഗൈസ്, നമ്മൾ എവിടെ ഒന്ന് ഇരുന്നിട്ട് വരുന്നത്. ഓടണം. ഹലോ ഗൈസ്, വി ആർ ബാക്ക്. 5.72 കിലോമീറ്റേഴ്സ് ഗൈസ്. സൂര്യ ചത്തു. പറക്കെടുക്കാം. അതല്ല, ഓടാനുള്ള സ്റ്റാൻഡ്. പക്ഷെ കാല് ഭയങ്കര അത് ഞാൻ പറഞ്ഞ ഷൂവിൻ്റെ ആയിരിക്കും. എന്താ ഞാൻ ഓടിയിട്ടില്ലല്ലോ, കാല് ഫുള്ള് കാണിക്കണം. എന്താണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഭയങ്കര കൊള്ളാം. നമുക്ക് 1 മിനിറ്റ് റെസ്റ്റ് എടുത്താലും ഓടാൻ പറ്റും. എടുത്താലും നിർത്തേണ്ട കാര്യമില്ല. നിർത്തി കിതച്ച് വീഴും എന്നുള്ള സിറ്റുവേഷൻ ഇല്ല. പക്ഷെ ഒരു 10-30 സെക്കൻഡ് ഒന്ന് സ്റ്റില്ലായിട്ട് ചെറുതായിട്ട് ഇരിക്കാൻ പറ്റിയാൽ ബാക്കി ഓടാൻ പറ്റും. എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ട് ഇതിനകത്ത് നിൽക്കാൻ? എന്തെങ്കിലും നമുക്ക് ഭയങ്കര വേദന എടുക്കും. പക്ഷെ നിർത്തരുത്. നിർത്തി അവിടെ തീർന്ന്. പക്ഷെ റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ പറയും. ആസ് എ ബിഗിനർ എനിക്കൊന്നും അറിഞ്ഞോളാം. എന്നാൽ ഞാൻ പറയാം, റെസ്റ്റ് എടുത്തോ, പക്ഷെ നിർത്തരുത്. നമ്മൾ 5 ഓടുമെന്ന് പറഞ്ഞാൽ 5.5 ഓടി. പറ്റും ഗൈസ്, പറ്റും. എന്നെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. ഇനി ചെറിയൊരു എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. 5 കിലോമീറ്റർ റണ്ണുണ്ട്. അതെനിക്കൊരു അത് ഇതായിട്ട് പറ, കോട്ട് ചെയ്ത് പറ. ഇത് നമ്മൾ ഓടിയതിന് റീസൺ ഉണ്ട്. ഒരു USD ഒരു 5 കിലോമീറ്റർ റണ്ണുണ്ട്. ഏതാ 5 കിലോമീറ്റർ മാരത്തോൺ തന്നെ പറ. മാരത്തോൺ 42 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഓടിയിട്ടില്ല. 2-3 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച്. ഞാൻ വെച്ച് 5 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ട്രെയിനിങ് കണക്ക് ഇന്ന് ഓടാൻ നോക്കിയേ. പറ്റത്തില്ലെന്ന് മനസ്സിലായി. 1 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാൻ. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. നെക്സ്റ്റ് മന്താണ്. നമുക്ക് നോക്കാം, അന്നത്തെ ഡേ നോക്കാം. വാർത്ത എന്താ പറയാനുള്ള ഓട്ടത്തില്? നമുക്ക് ഇനി ഒരു 5 കിലോമീറ്റർ പോകത്തില്ല വാർത്ത. എനിക്കൊരു 5 കിലോമീറ്റർ ഇനി എടുക്കും. 10 കിലോമീറ്റർ ഒക്കെ ഓക്കെ. ഒറ്റ സ്ട്രെച്ച് ഞാൻ പറയാം. 4 പേരിലുള്ള ഒറ്റ സ്ട്രെച്ച് ആർക്കും അടിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്രിസ്ക് വാക്ക് ചെയ്ത്. പക്ഷെ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇടയ്ക്കുള്ള പെയിന് മാറി കിട്ടിയ ആദ്യമായിട്ട് ചെയ്യില്ല. നമ്മൾ പ്രോപ്പർ സ്ട്രെച്ചിങ് ഒന്നും ഇല്ലാതാണ് പോയത്. എന്നെ പോലും അല്ല, നമ്മള് പക്ഷെ
കിതച്ച് വീഴുന്ന ക്ഷീണം ആർക്കും വന്നില്ല. പപ്പനെ പോലും അങ്ങനൊന്നും ആർക്കും വന്നില്ല. സ്റ്റാമിന വൈസ് ഉണ്ട്, പക്ഷെ ലെഗ് പറഞ്ഞില്ല. നിനക്കെന്താ പറയാനുള്ള? നല്ലപോലെ കലോറി പോണേ. കുഴപ്പമില്ല. ഇനി എല്ലാ ആഴ്ചയും പോയി പമ്പായി ഓടിയപ്പോഴത്തേനും പൈസ പമ്പായല്ലേ? ഓടി പമ്പായി കാണും. എനിക്ക് ഓക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തോട്ടോ ഓടി. എൻജോയ് ചെയ്തു, നമുക്ക് പറ്റൂന്നുള്ള കാര്യം മനസ്സിലായി. എനിക്ക് എൻ്റെ ഒരു പേടി ഉണ്ടായി, മൈഗ്രെയിൻ ഉണ്ടോ. ഞാൻ ആ ഇതിൽ ഓടി. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഓവറിൻ്റെ കിതച്ചില്ല. നാളെ റെസ്റ്റ് എടുത്ത് മറ്റന്നാൾ നമുക്ക് ഓടാൻ പറ്റിയായിരുന്ന കുറച്ചുകൂടെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല. ഇന്നത്തെ പെയിൻ്റെ എല്ലാം കൊണ്ട് നമുക്ക് നാളെ മറ്റന്നാളെ കയറാം. പെയിൻ ഉണ്ടാവില്ലായിരിക്കും, കാര്യം നമ്മൾ ഇടയ്ക്കൊക്കെ ടർഫിലൊക്കെ പോകുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ ഞങ്ങളുടെ അതല്ല, നമ്മുടെ ബോഡി ഈ ഹീറ്റായിക്കൊണ്ടിരിക്കല്ലേ. നമ്മളെ ജിമ്മിൽ പോകുന്നതൊക്കെ ബോഡി ഇങ്ങനെ ബോഡി വൈസ് സ്റ്റാമിന. ലെഗിന് ഇത്ര ഓടി പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് ലെഗ് ഡേ സ്കിപ്പ് ചെയ്യാതെ അല്ലേടാ. പപ്പനെന്താ പറയാനുള്ളത്? പൊറോട്ടയും ബീഫും കഴിച്ചില്ല, അതാണ് വിഷമം. നമുക്ക് പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോടാം. 5 കിലോമീറ്റർ ഓടി. 5 കിലോമീറ്റർ ഒരു അരമണിക്കൂർ ഓടി തീർക്കാൻ പറ്റുന്ന കാപ്പബിലിറ്റി ആണോ നമുക്ക് പറ്റും. നമ്മളെ കൊണ്ട് ഞങ്ങൾ ചെയ്യും. ആദ്യത്തെ റണ്ണാണ്. ഇതുവരെ നിങ്ങൾ ഓടിയിട്ടുണ്ടോ? 5 കിലോമീറ്റർ ചുമ്മാ ഓടാൻ പോയിട്ടുണ്ടോ? മറ്റേ പണ്ട് സ്കൂളിൽ ക്യാമ്പിലേക്ക് പോകണ്ടല്ലോ, സ്കൂളിൽ ചുറ്റും കിടന്ന് ഓട്ടിക്കുക. ഗ്രൗണ്ട് ചുറ്റും നിർത്താതെ ഓട്ടിക്കായിരുന്നു. അതൊക്കെ 5 കിലോമീറ്റർ വേണം. 5 കാണൂടാ, കാര്യം 10 റൗണ്ട് 20 റൗണ്ടൊക്കെ ഓട്ടിക്കും. അങ്ങനെ ഓടിയിട്ട് ഇത്രയും കിലോമീറ്റർ ഓടാൻ ശ്രമിച്ചിട്ടില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാട്ടോ, 10th അത് കഴിഞ്ഞിട്ടൊന്നും പിന്നെ ഓടണം. ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഓടാൻ തോന്നുമെങ്കിൽ തോന്നട്ടെ. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇനി ഓടാൻ പോകണമെന്നുണ്ട്. എപ്പോഴാന്ന് പറ. ഞാൻ ഭയങ്കര ഓട്ടക്കാരൻ. ഇവൻ പോലും പോകത്തില്ല കാണാൻ, പിന്നെ കൂടെയുള്ളവർ പോകത്തില്ല. പിന്നെ ഞാൻ മാത്രം കാണും. ശരിക്കും കാഴ്ചത്ത് വരുന്നത് ഒക്ടോബർ 12 അല്ലെങ്കിൽ ഒക്ടോബർ 20 അങ്ങനെ എന്തോ. ഒക്ടോബർ 20 ആണെങ്കിലൊക്കെ ഞാൻ ഉണ്ടാകും കേട്ടോ. ഒക്ടോബർ 13 അല്ലേ ഞായർ. ഒക്ടോബർ 13 എനിക്ക് പറ്റത്തില്ല. ഒക്ടോബർ അത് ശേഷമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ട്രിവാൻഡ്രത്താണ്. ഇവനൊന്നും കാണാതില്ല. പപ്പനുണ്ട് ട്രിവാൻഡ്ര. ഞാൻ വീട്ടിൽ നിന്ന് മറ്റേ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ സപ്പോർട്ട് ചെയ്തു. 5 കിലോമീറ്റർ ഓടുന്നു, 10 കിലോമീറ്റർ ഓടും. ഇത് കേട്ടോ, നമ്മുടെ ഡിസ്റ്റൻസ് 5.75 കിലോമീറ്റേഴ്സ് ഓടി. ഡ്യൂറേഷൻ 1 മണിക്കൂർ 4 മിനിറ്റ് 26 സെക്കൻഡ്. 10 നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ 660 കാലറി ബേൺ ചെയ്തു. ആവറേജ് സ്പേസ് 11-12. പിന്നെ ഇതെല്ലാം ഫസ്റ്റ് ടൈം ഓടുന്ന ഒരാളാന്ന് വിചാരിക്കണേ. ഇത് ജഡ്ജ് ചെയ്തിട്ട് അയ്യെന്ന് പറയും. അല്ല, ചിലര് പകുതി സമയം കൊണ്ട് ഓടുന്ന ടീംസ് കാണോടാ. ഇതൊക്കെ എന്താടാ മറ്റേ ആവറേജ്? അല്ല, നമ്മള് ഫസ്റ്റ് അല്ല, ആവറേജ് കേഡൻസ് എന്താടാ? ബിപി എന്ത് ഹാർട്ട് റേറ്റ് ആണോ? അല്ലല്ല, 1266 അതെന്തോ എനിക്കൊന്ന് പൾസ് മീറ്റർ ആണ്. അല്ല, പൾസ് മുകളിലുണ്ട്. നമ്മള് ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയൊരു വ്ളോഗ് ഇനി വരുന്നതായിരിക്കും. അത്ര നാൾ വരെ